നമസ്കാരം. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് മുൻപ്, പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് മുൻപ് മഹിളാ മോർച്ച ഒരു സമരം നടത്തിയിരുന്നു. മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത ഞെട്ടിക്കുന്നൊരു സമരമായിരുന്നത്. മഹിളാ മോർച്ച പറയുന്നു, KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് UDF പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു. അത് നടപ്പിലാക്കിയില്ല. അത് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ഒരുപക്ഷെ കേരള ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ സമരമായി അത് രേഖപ്പെടുത്തപ്പെടും. സർക്കാർ അധികാരമേൽക്കുന്നതിന് മുൻപ്, ഗവൺമെൻറ് ഉത്തരവിറക്കുന്നതിന് മുൻപ് ഒരു പ്രകടന പത്രികയിൽ ആവശ്യം നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് സമരം നടത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. ഇനി വരാൻ പോകുന്ന കാലത്ത് VD സതീശൻ സർക്കാരിനെതിരെ ഒരു വശത്ത് BJPയും മറുവശത്ത് CPMഉം നടത്താൻ പോകുന്ന സമര പരമ്പരയുടെ സൂചനയാണ് സർക്കാർ അധികാരമേൽക്കുന്നതിന് മുൻപുണ്ടായ ഈ സമര പരമ്പര. അതിന് ഒരുപാട് ന്യായങ്ങൾ മഹിളാ മോർച്ച പറയുന്നുണ്ടെങ്കിലും സാമാന്യ ബുദ്ധിയുള്ളവർ ഞെട്ടിപ്പോയ സംഭവമാണ്. ഇത്തരം മണ്ടത്തരങ്ങൾ ഇനിയും ഈ സർക്കാരിനെതിരെ സമരാഭാസമായി ഉണ്ടാവുമെന്ന് തീർച്ചയാണ്. 10 വർഷമായി സമരം ചെയ്യാതിരിക്കുന്ന സഖാക്കൾക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും സമരം നടത്തിയേ മതിയാവൂ എന്ന സാഹചര്യമുണ്ടാവും. ഇവിടെയാണ് VD സതീശൻ ജാഗ്രത പാലിക്കേണ്ടത്. വാസ്തവത്തിൽ ഈ സമരം ചോദിച്ചു വാങ്ങിയതാണ്. പിണറായി സർക്കാരിനെതിരെയുള്ള ജനവികാരം അത്രമേൽ ശക്തമായിരുന്നപ്പോൾ എന്തിനു വേണ്ടിയാണ് പ്രായോഗികമല്ലാത്ത ഒരു സൗജന്യ യാത്രാ വാഗ്ദാനം നൽകിയത്? സതീശനും UDFഉം ചിന്തിക്കേണ്ട കാര്യമാണിത്. സൗജന്യമായി KSRTCയിൽ യാത്ര അനുവദിക്കാം എന്ന് പറഞ്ഞില്ലെങ്കിലും ഈ സർക്കാർ താഴെ വീഴുമായിരുന്നു. അത്രമാത്രം ശക്തമായിരുന്നു പിണറായി വിരുദ്ധ വികാരം. ശബരിമലയിലെ മോഷണം മാത്രം മതിയായിരുന്നു സകല ഭക്തജനങ്ങളെയും പിണറായിക്കെതിരെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി. അതിന് മേമ്പടിയായി അമിതമായി നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് PR വർക്ക് കൂടി ആരംഭിച്ചതോടെ എപ്പോൾ തോറ്റു എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. എല്ലാ മനുഷ്യർക്കും അറിയായിരുന്നു പിണറായി ഭരണം അവസാനിക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെ പ്രകടന പത്രികയിൽ അസാധ്യമായൊരു കാര്യം ഉൾപ്പെടുത്തേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ഇത് തികച്ചും അസാധ്യവും പൊതുജനത്തിൻ്റെ പണം ധൂർത്തടിക്കുന്നതിന് തുല്യവുമാണ്. ഇനിയെങ്കിലും ജനങ്ങളോട് തെറ്റേറ്റ് പറഞ്ഞ് ഈ തീരുമാനത്തിൽ നിന്നും പിന്തിരിയേണ്ടതുണ്ട്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ സൗജന്യ യാത്രാ സൗകര്യം ജൂൺ 15 മുതൽ നടപ്പിലാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാവപ്പെട്ട സ്ത്രീകൾക്കും അർഹതയുള്ള മനുഷ്യർക്കുമൊക്കെ കൊടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ എല്ലാ സ്ത്രീകൾക്കും ഈ സൗജന്യ യാത്ര നടപ്പിലാക്കിയാൽ സർക്കാർ കുത്തുപാളയെടുക്കും. സർക്കാർ ഇത്തരം സൗജന്യങ്ങൾ നൽകേണ്ടത് പാവപ്പെട്ട മനുഷ്യർക്കാണ്. വണ്ടിക്കൂലി എടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നടന്നു പോവേണ്ട മനുഷ്യർ, അല്ലെങ്കിൽ അധ്വാനിക്കുന്ന പണത്തിൽ നിന്നും വണ്ടിക്കൂലിക്ക് വേണ്ടി മുടക്കേണ്ടി വരുന്ന മനുഷ്യർ, അല്ലാതെ വലിയ ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊന്നും സൗജന്യത്തിൻ്റെ ആവശ്യമില്ല. സൗജന്യത്തിൻ്റെ രാഷ്ട്രീയം പണ്ടേ അവസാനിച്ചതാണ്. തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും തെലുങ്കാനയിലുമൊക്കെ ഒരുപക്ഷെ സൗജന്യത്തിൻ്റെ രാഷ്ട്രീയത്തിന് പ്രസക്തി ഉണ്ടാവും. എന്നാൽ കേരളത്തിൽ അത്തരം സൗജന്യ രാഷ്ട്രീയം സൂക്ഷിച്ചു പ്രയോഗിക്കേണ്ടതാണ്. ഒരു വർഷം KSRTC മുമ്പോട്ട് പോകാൻ സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കുന്നത് 1500 കോടിയിലധികം രൂപയാണ്. ഓർക്കണം, KSRTC ഓടി ഉണ്ടാക്കുന്ന പണത്തിന് പുറമെയാണ് ഇത് മുമ്പോട്ട് പോകാൻ 1500 കോടി ഓരോ വർഷവും ബജറ്റിൽ ഉൾപ്പെടുത്തിയും അല്ലാതെയും കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു വെള്ളാനിയെ തീറ്റിപ്പോറ്റുന്നത്? KSRTCയിലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ യാത്ര ചെയ്യില്ലേ? സ്വകാര്യ മേഖല നന്നായി ആ പണിയെടുക്കും. സർക്കാരാണ് ടിക്കറ്റ് നിശ്ചയിക്കുന്നത്. KSRTCയുടെ അതേ ടിക്കറ്റ് തന്നെയാണ് സ്വകാര്യ മേഖലയിലുമുള്ളത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖലയ്ക്ക് ഭംഗിയായി ചെയ്യാൻ കഴിയുന്ന ഒരു പണി സർക്കാർ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉചിതം. സർക്കാരിന് ലാഭമുണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ KSRTC അടച്ചുപൂട്ടുന്നതാണ് നല്ലത്. അപ്പോൾ ചിലർ പറയും, ലാഭമില്ലാത്ത റൂട്ടുകളിൽ KSRTC ഉള്ളതുകൊണ്ടാണ് പാവങ്ങൾ യാത്ര ചെയ്യുന്നതെന്ന്. അത് ശരിയാണ്. അങ്ങനെയെങ്കിൽ ഈ ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കണം. ഈ വാഹനങ്ങൾ അവർക്ക് വീതിച്ചു കൊടുക്കണം. ലാഭമില്ലാത്തിടങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് അവർ ഓടട്ടെ. അത് സൗജന്യമാക്കിയാൽ പോലും തെറ്റില്ല. എങ്കിൽ പോലും KSRTC ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നഷ്ടത്തേക്കാൾ കുറവായിരിക്കും അതുവഴി ഉണ്ടാവുക. ഇങ്ങനെ നഷ്ടത്തിലോടുന്ന KSRTCയിൽ മുഴുവൻ സ്ത്രീകളും സൗജന്യ യാത്രക്കാരായി വന്നാൽ KSRTC തന്നെ അടച്ചുപൂട്ടേണ്ടി വരും. അതല്ല, സർക്കാർ ആ ബാധ്യത ഏറ്റെടുത്ത് KSRTCക്ക് ആ വിഹിതം കൊടുക്കുമെങ്കിൽ നല്ലത്. എങ്കിൽ പോലും സർക്കാരിൻ്റെ ബാധ്യത ഇപ്പോഴത്തേതിൻ്റെ ഇരട്ടിയാവും. ഈ പദ്ധതി ഇല്ലാതാകാൻ വേണ്ടി സഖാക്കൾ കുടുംബശ്രീക്കാരെ കൊണ്ട് വെറുതെ ബസ്സിൽ കയറ്റി യാത്ര ചെയ്യിപ്പിക്കുന്ന കാലം പോലും വിദൂരമല്ല. ഇതുവഴി KSRTC മാത്രമല്ല ഇല്ലാതാകുന്നത്, സ്വകാര്യ ബസ് വ്യവസായമാണ്. 2011 ഏതാണ്ട് 35,000-ഓളം സ്വകാര്യ ബസ്സുകളുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് പേർക്ക് പണി കൊടുത്തിരുന്നു. പതിയെ അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് 6,000-ഓളം സ്വകാര്യ ബസ്സുകൾ മാത്രമാണുള്ളത്. അവർ എന്നിട്ടും ഏതാണ്ട് 40,000-50,000 പേർക്ക് പണി കൊടുക്കുന്നു. 6,000-ഓളം സംരംഭകർ അവരുടെ കുടുംബം നടത്തുന്നത് ഇതുവഴിയാണ്. ഓർഡിനറി ബസ് ഓടിക്കുന്ന ഒരു സ്വകാര്യ ബസ് ഉടമ ഓരോ 3 മാസം ചെല്ലുമ്പോഴും സർക്കാരിന് ഏതാണ്ട് 34,000 രൂപ നികുതിയായി അടയ്ക്കുന്നു. കൂടാതെയാണ് ഡീസലിൻ്റെ നികുതിയും GSTയും മറ്റും.
അങ്ങനെ കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന വ്യവസായം പൂർണ്ണമായും ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ കാരണം കഴിയാത്ത ഒരു കടുങ്കൈക്ക് ഇറങ്ങണമോ എന്ന് ചിന്തിക്കണം. അർഹതയുള്ള മനുഷ്യരുണ്ട്. ഇവിടുത്തെ പീഡിക തൊഴിലാളികൾ, ഇവിടുത്തെ തുണിക്കടകളിലും സ്വർണ്ണക്കടകളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും പണിയെടുക്കുന്ന അസംഘടിതരായ തൊഴിലാളികൾ. അവർക്ക് 5000-ഉം 6000-ഉം ഏറിയാൽ 10,000-ഉമാണ് ശമ്പളം. അൺഎയ്ഡഡ് സ്കൂളിലെ അധ്യാപകരും മറ്റ് ജീവനക്കാരും, സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സുമാർ, അങ്ങനെ ചെറിയ ശമ്പളം കൈപ്പറ്റുന്ന, അതായത് 25,000 രൂപയിൽ താഴെ ശമ്പളം കൈപ്പറ്റുന്ന അസംഘടിതരായ പെൻഷൻ പോലും കിട്ടാത്ത മനുഷ്യർ, അവർക്ക് സൗജന്യമേ കൊടുക്കുന്നതിൽ തെറ്റില്ല. ഈ നാട്ടിൽ വീട്ടുവേലയ്ക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരു ദിവസം പോയാൽ അവർക്ക് 500-600 രൂപ കിട്ടും. അതിൽ നിന്ന് വേണം അവർ വണ്ടിക്കൂലിക്ക് മുടക്കാൻ. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് അവർ പോകുന്നത് ബസ് കയറിയാണ്. അത്തരം പാവപ്പെട്ട മനുഷ്യരെ, വിധവകളെ, സ്ത്രീകളെ, സമൂഹത്തിന് അവശ്യ സർവീസ് നടത്തുന്ന നേഴ്സുമാരെ പോലെ, അങ്കണവാടി ടീച്ചർമാരെ പോലെ, ആശാ വർക്കർമാരെ പോലെ, ആയമാരെ പോലെ, മത്സ്യം കൊണ്ട് വിൽക്കുന്ന സാധാരണ സ്ത്രീകളെ പോലെ ഒരുപാട് പേരുണ്ട്. അത്തരക്കാരെ കണ്ടെത്തി അവർക്ക് മാത്രം സൗജന്യം കൊടുക്കുക. അതായിരിക്കും ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം. അല്ലാതെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൈപ്പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ഗസറ്റഡ് ഉദ്യോഗസ്ഥർ, സ്വകാര്യ മേഖലയിൽ വലിയ ശമ്പളം കൈപ്പറ്റുന്നവർ, ഇവർക്കൊന്നും സൗജന്യം കൊടുക്കേണ്ട ബാധ്യത സർക്കാരിനില്ല. ഈ തെറ്റ് സർക്കാർ തിരുത്തിയേ മതിയാവും. അല്ലെങ്കിൽ ഖജനാവ് മുടിഞ്ഞു പോവും, KSRTC മുടിഞ്ഞു പോവും, സമൂഹം മുടിഞ്ഞു പോകും. ചങ്ങനാശ്ശേരിക്കാരനായ രമേശ് മാത്യു എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇതേക്കുറിച്ച് എഴുതിയൊരു കുറിപ്പുണ്ട്. അതുകൂടി കേൾക്കുക. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വലിയ സാമ്പത്തിക ബാധ്യത തരണം ചെയ്യുവാൻ സർക്കാർ പല നടപടികളും ആലോചിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. എന്തിനാണ് നല്ല ശമ്പളം മേടിക്കുന്ന സർക്കാർ ജീവനക്കാർക്കും അതേപോലെ 1 ലക്ഷത്തിന് മുകളിലൊക്കെ ശമ്പളം മേടിക്കുന്ന സ്ത്രീകൾക്കുമൊക്കെ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നത്? അതായത് കൂലിവേല ചെയ്ത് ജീവിക്കുന്ന പുരുഷന്മാരടക്കമുള്ള ആളുകൾക്ക് കൊടുക്കുന്ന നികുതി സമ്പന്നരായവർ യാത്ര ചെയ്യുവാൻ ഒരുങ്ങുന്നുവെന്ന് ചുരുക്കം. ഇപ്പോൾ തന്നെ എല്ലാ മാസവും KSRTCക്ക് ശമ്പളം, പെൻഷൻ നൽകുവാൻ മാത്രം ഏതാണ്ട് 80 കോടി രൂപ ഖജനാവിൽ നൽകുന്നുണ്ട്. ഇനി ഏതാണ്ട് അത്ര കോടി രൂപ ഓരോ മാസവും സൗജന്യ യാത്രകൾക്ക് സർക്കാർ നികുതി പണം നൽകേണ്ടി വരും എന്ന് കേൾക്കുന്നു. ഇന്ധനവിലയിൽ വരുത്തിയ വർധനവ് മൂലം സമീപഭാവിയിൽ തന്നെ ഒരു ബസ് ചാർജ് വർധന പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനർത്ഥം സൗജന്യ യാത്രക്കാരുടെ ഭാരവും കൂടി നികുതിദായകർ വഹിക്കേണ്ടി വരുമെന്ന് തീർച്ച. ആയതിനാൽ താഴെ കാണുന്ന ശുപാർശകൾ സർക്കാരിന് മുൻപിൽ സമർപ്പിക്കുന്നു. സൗജന്യങ്ങൾ ഏറിയാൽ ഫാസ്റ്റ് പാസഞ്ചർ, വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ പറയും ഓർഡിനറി ബസ്സിൽ മാത്രം മതിയെന്ന്. വരെയുള്ള ബസ്സുകളിൽ മാത്രം ചുരുക്കേണ്ടതാണ്. അതിന് മുകളിലുള്ള ബസ്സുകളിൽ നൽകേണ്ടതില്ല. പിന്നെ പീക്ക് ടൈം യാത്ര രാവിലെ 8-നും 10-നും ഇടയിൽ വൈകുന്നേരം 4 മുതൽ 6:30 വരെയും യാതൊരു സൗജന്യവും നൽകേണ്ടതില്ല. സൗജന്യ യാത്രയ്ക്ക് അർഹരായ വിഭാഗങ്ങളെ ആദ്യമായി തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. നേഴ്സസ് ഈസ് ദ പ്രൈവറ്റ് സെക്ടർ ഷുഡ് ഗെറ്റ് ദ ടോപ്പ് പ്രയോറിറ്റി. ഡ്യൂട്ടി ഡേയ്സിൽ ജോലിക്ക് പോകുന്ന സ്വകാര്യ ആശുപത്രിയിൽ സേവനം ചെയ്യുന്ന നേഴ്സുമാർക്ക് തീർച്ചയായും 25 കിലോമീറ്റർ വരെയുള്ള യാത്രാ സൗജന്യം നൽകാം. അതും ജോലിക്ക് പോകുമ്പോൾ മാത്രം. തിരികെ വരുമ്പോൾ വേണമെങ്കിൽ 50% സൗജന്യമാകാം. സൗജന്യ യാത്രയിലെ കൂടിയ ദൂരപരിധിയും നിശ്ചയിക്കണം. അതായത് ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം. വെളുപ്പിന് 5-നും 6-നും ഇടയിൽ യാത്ര ചെയ്ത് ഡ്യൂട്ടിക്ക് എത്തുവാനായി പോകുന്ന നേഴ്സുമാരെ കാണാറുണ്ട്. അതുപോലെ ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങുന്ന ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നവരുണ്ട്. അവർക്കും സൗജന്യം നൽകണം. രാത്രി ഡ്യൂട്ടി ചെയ്യാൻ പോകുന്ന നേഴ്സുമാരെ അധികം ബസ് യാത്രയിൽ കണ്ടിട്ടില്ല. മിക്കവാറും അവരുടെ ഹോസ്പിറ്റൽ ഉടമകൾ അവർക്ക് സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഒരു നേഴ്സ് ബസ്സിലുള്ളത് കൊണ്ട് ഒരു എമർജൻസി വന്നാൽ യാത്രക്കാർക്ക് ഉപകരിക്കുകയും ചെയ്യും. പക്ഷേ സൗകര്യം ദുർവിനിയോഗം ചെയ്യുവാൻ അനുവദിക്കരുത്. സർക്കാർ മേഖലയിൽ നല്ല ശമ്പളം മേടിക്കുന്ന നേഴ്സുമാർക്ക് സൗജന്യം നൽകേണ്ടതില്ല. 2, 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് 50 കിലോമീറ്റർ വരെ ഫ്രീ യാത്ര അനുവദിക്കാം. എന്നാൽ കൂടെ യാത്ര ചെയ്യാൻ മറ്റൊരാളോ അല്ലെങ്കിൽ ഒരു പ്രായം കുറഞ്ഞ സ്ത്രീയോ പുരുഷനോ ഉണ്ടെങ്കിൽ സൗജന്യം കൊടുക്കേണ്ടതില്ല. 3, കടകളിൽ ജോലി ചെയ്യുന്ന സെയിൽസ് വുമൺ വിഭാഗത്തിലെ പരിഗണിക്കണം. പക്ഷേ മാക്സിമം 20 കിലോമീറ്റർ പരിധി നിശ്ചയിക്കണം. 20 കിലോമീറ്റർ അപ്പുറമുള്ള യാത്രയ്ക്ക് ഫുൾ ടിക്കറ്റ് എടുക്കണം. 4, സ്കൂളുകൾ, കോളേജുകൾ പോകുന്ന കുട്ടികൾ, ആൺകുട്ടികളടക്കം 20 കിലോമീറ്റർ പരിധിയിൽ പൂർണ്ണ സൗജന്യം നൽകുക. 20 കിലോമീറ്ററിന് അപ്പുറവും ഇപ്പുറവും ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം മിക്കവാറും ആ പരിധിക്കുള്ളിൽ ഒരു കോളേജ്, സ്കൂളോ എല്ലായിടത്തും തന്നെ ഉണ്ടാവും, ചുരുക്കം ചില സ്ഥലങ്ങളിലൊഴികെ. 5, മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രിയിലേക്ക് ബസ് മാർഗം യാത്ര ചെയ്യുന്നവർക്ക് സൗജന്യ യാത്ര പരിഗണിക്കണം. അതും മാക്സിമം 50 കിലോമീറ്റർ വരെ മാത്രം. 6, BPL റേഷൻ കാർഡുള്ള സ്ത്രീകൾക്ക് 25 കിലോമീറ്റർ വരെ യാത്രാ സൗജന്യം അനുവദിക്കാം. ഈ സൗജന്യങ്ങളൊക്കെ സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ള ആളുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ്. ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും എല്ലാ സമയത്തും കൊടുത്താൽ പോലും കുഴപ്പമില്ല. പക്ഷേ ഉയർന്ന ശമ്പളം വാങ്ങുന്ന സ്ത്രീകൾക്ക്, അത്യാവശ്യം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്ത സ്ത്രീകൾക്ക് കൊടുക്കാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ മാരക രോഗങ്ങൾക്ക് ചികിത്സിക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്നതിൽ തെറ്റില്ല. ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവർക്ക് പ്രതീക്ഷയായി മാറും ആ തീരുമാനം.
മരുന്ന് വാങ്ങാൻ പണമില്ലാത്ത മനുഷ്യർക്ക് സന്തോഷമായി മാറും ആ തീരുമാനം. ഇത്തരത്തിൽ വിശദമായി പഠനം നടത്തി വേണം ഈ മണ്ടത്തരം സതീശൻ സർക്കാർ തിരുത്താൻ. അല്ലെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറും എന്ന് മറക്കരുത്. കൃത്യമായ പഠനം നടത്തി ഇത്തരം പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചാൽ ആര് സമരം ചെയ്താലും ആര് പ്രതിഷേധിച്ചാലും സാമാന്യ യുദ്ധിയുള്ള ഒരു മനുഷ്യനും നിങ്ങളെ തള്ളിപ്പറയില്ല.